ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ വൻ പോരാട്ടം അല്ലെങ്കിൽ വൻ വിവാദം എന്ന വിഷയത്തെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ 10ാമത്തെ പാഠത്തിലെത്തിയിരിക്കുകയാണ്. 10ാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് പ്രേതാത്മവാദം വെളിപ്പെട്ടു. പ്രേതാത്മവാദം വെളിപ്പെട്ടു. മനപ്പാഠവാക്യം 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയുന്ന വചനമാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിലാണ് നാം ഇന്നത്തെ മനപ്പാഠവാക്യം പഠിക്കുന്നത്. പൗലോസ് പറയുന്നു, ദൈവമക്കളുടെ പ്രത്യാശയെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പ്രേതാത്മവാദം വെളിപ്പെട്ടു അല്ലെങ്കിൽ സ്പിരിച്വലിസം എക്സ്പോസ്ഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി പഠിക്കുകയാണ്. ലേഖകൻ പറയുന്നത്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മരണത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പല കഥകളായി ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നു. അതിൽ പ്രധാനമായും മരിച്ചവരും പിന്നീട് പുനരുജ്ജീവിക്കപ്പെട്ടവരും മരിച്ചപ്പോൾ അവർ കണ്ടതും കേട്ടതുമായ പലതരം അവിശ്വസനീയമായ കഥകൾ, ഇന്ന് ആയിരക്കണക്കിന് കഥകൾ ഈ ലോകത്തിൽ പ്രചരിക്കുന്നു. ക്രിസ്ത്യൻ ലോകം ഉൾപ്പെടെ ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് മരിച്ചവർ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. ഇതാണ് ഇന്ന് ക്രിസ്ത്യൻ ലോകം ഉൾപ്പെടെ ജനത്തെ പഠിപ്പിക്കുന്നത്. മരിച്ചവർ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. ഈ വിശ്വാസം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രേതാത്മവാദം എന്ന വിശ്വാസത്തിൻ്റെ അടിത്തറയായി ഇന്ന് കാണുന്നു എന്ന് ലേഖകൻ പറയുന്നു. എങ്ങനെയാണ് പ്രേതാത്മവാദം ആരംഭിച്ചത്? പ്രേതാത്മവാദം ആരംഭിച്ചതിൻ്റെ തെളിവായി ഇവിടെ ആദ്യമായിട്ട് സാത്താൻ പറഞ്ഞ നുണയാണ് പ്രേതാത്മവാദത്തിൻ്റെ ആരംഭം. ഏദൻ തോട്ടത്തിൽ ഹവയോട് സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അല്ലേ? ഈ ഒരു വാദമാണ് പ്രേതാത്മവാദത്തിൻ്റെ ആരംഭം. അതുകൊണ്ട് മരണത്തിന് ശേഷവും നമ്മുടെ ജീവിതം തുടരുന്നു എന്ന് ഒരു വ്യാജ മതപ്രസ്ഥാനം തന്നെ ലോകത്തിൽ രൂപപ്പെട്ടു എന്ന് പറയുകയാണ്. ഫോക്സ് സഹോദരിമാരുടെ വ്യാജ മതപ്രസ്ഥാനം. എന്താണ് ഫോക്സ് സഹോദരിമാരുടെ പ്രസ്ഥാനം നമ്മെ പഠിപ്പിക്കുന്നത്? മരിച്ചാലും മരണത്തിന് ശേഷവും ജീവിതം തുടരുന്നു. ഈ ഒരു പ്രേതാത്മവാദ അടിസ്ഥാനത്തിൻ്റെ ഫലമായി ജനങ്ങൾ ചിന്തിക്കുന്നത്, നമുക്ക് മരിച്ചവരുടെ ആത്മാക്കളുമായി നമുക്ക് സമ്പർക്കം പുലർത്തുവാൻ സാധിക്കുന്നുവെന്ന് ഇന്ന് അനേകര് വിശ്വസിക്കുന്നു. പക്ഷേ പിൽക്കാലത്ത് ഫോക്സ് സഹോദരിമാർ സ്വയം സമ്മതിക്കുകയുണ്ടായി, ഇത് തീർത്തും ഒരു വഞ്ചനയായിരുന്നു. ഒരിക്കലും മരിച്ചവരോട് സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് വ്യാജ മതപ്രസ്ഥാനത്തിൻ്റെ ഉടമയായ ഫോക്സ് സഹോദരിമാർ പോലും പിന്നീട് സമ്മതിക്കുകയുണ്ടായി. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് പല വ്യക്തികൾക്കും പല തരത്തിലുള്ള വിശ്വാസമാണ്. അനേകർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിലർ മരിച്ചവർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നു, ചിലർ മരിച്ചവരുടെ ആത്മാക്കൾ അന്തരീക്ഷത്തിലുണ്ടെന്നും അവ അമർത്യരാണെന്നും വിശ്വസിക്കുന്നു. ഇനി മരിച്ച നീതിമാന്മാർ സ്വർഗത്തിലാണെന്നും ദുഷ്ടന്മാർ നരകത്തിലാണെന്നും വിശ്വസിക്കുന്നവരുണ്ട്. കൂടാതെ ഈ ഭൂമിയിലെ പാപികൾ തന്നെ ചില മനുഷ്യരെ, മരിച്ച മനുഷ്യരെ വിശുദ്ധരായി
പ്രഖ്യാപിച്ചിട്ട് സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നതിനെക്കുറിച്ചും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള വിശ്വാസമാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തും പല മതത്തിലും ഉൾപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മരിച്ചവർ എവിടെയാണ്? മരിച്ചവർ എന്തു ചെയ്യുന്നു? മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കുമായി സമ്പർക്കം പുലർത്തുവാൻ കഴിയുമോ? മരിച്ചവർ എപ്പോൾ ഉയർക്കും? ഇതൊക്കെയാണ് ഇന്നത്തെ പഠനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ പാഠം വ്യക്തമായി നാം മനസ്സിലാക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, ക്രിസ്തുവുമായി നമുക്കൊരു വ്യക്തിപരമായ ബന്ധവും തിരുവചനത്തിൻ്റെ ആഴത്തിലുള്ള പഠിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാത്താൻ്റെ വഞ്ചനയ്ക്കെതിരെ, പ്രേതാത്മവാദത്തിനെതിരെ നമുക്ക് പോരാടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു പഠനത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് പ്രേതാത്മവാദത്തിൻ്റെ മാരകമായ അനന്തരഫലങ്ങൾ. പ്രേതാത്മവാദത്തിൻ്റെ മാരകമായ അനന്തരഫലങ്ങൾ. ഞായറാഴ്ചത്തെ ഭാഗത്ത് ലേഖകൻ പറയുന്നത് മരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു അനുഭവമാണെന്നാണ് ലേഖകൻ പറയുന്നത്. ലേഖകൻ പറയുന്നത് ഇന്നത്തെ മനുഷ്യരുടെ ചിന്താഗതിയാണ്. ലേഖകൻ പറയുന്നത് ഇന്നത്തെ മനുഷ്യർ വിശ്വസിക്കുന്നത് മരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം മാത്രമാണ്, പ്രവേശന ഘട്ടമാണ്. ആ വിചാരം നാം മനസ്സിലാക്കുമ്പോൾ ഇവിടെ പ്രധാനമായി ഒരു സിദ്ധാന്തത്തെ പരിചയപ്പെടുത്തുകയാണ്. ആത്മാവിൻ്റെ അമർത്യത എന്ന സിദ്ധാന്തം, അല്ലേ? മരണം കഴിഞ്ഞിട്ട് മനുഷ്യനൊരു പുതിയ ജീവിതത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ നാം അവിടെ ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുന്നു, ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സിദ്ധാന്തം. ഇന്ന് ഈ സിദ്ധാന്തം ക്രിസ്ത്യൻ മതത്തിൻ്റെ ഇടയിൽ വളരെയധികം പ്രബലപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ആത്മാവിൻ്റെ അമർത്യത എന്ന സിദ്ധാന്തം. നിങ്ങൾ മരിക്കയില്ല, അല്ലേ? പിശാചി പറഞ്ഞെന്താണ് ഹവ്വയോട്? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഈ ഒരു സിദ്ധാന്തം വിജാതീയ സംസ്കാരമാണ്, ജാതികളിൽ നിന്ന് വന്ന സംസ്കാരമാണ്. അന്ധകാര യുഗത്തിന് ശേഷം റോം എന്ന് പറഞ്ഞ സാമ്രാജ്യം, അന്ധകാര യുഗത്തിന് ശേഷം റോം എന്ന് പറയുന്ന സാമ്രാജ്യം പുറജാതിയിൽ നിന്ന് ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവന്നതായ ഒരു വലിയ സിദ്ധാന്തമാണ് ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സിദ്ധാന്തം. ഇന്ന് ഈ ഒരു തെറ്റായ സിദ്ധാന്തം ക്രൈസ്തവ സഭകളുടെ ഇടയിൽ നുഴഞ്ഞ് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാം ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ ഉൽപ്പത്തി 2:7 പറയുന്നു, യഹോവേ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, അല്ലേ? അപ്പോൾ ഇവിടെ നാം ഒരു കാര്യം, ഒരു പ്രത്യേക ഫോർമുല നമുക്കിവിടെ പറയാൻ പറ്റും. ശരീരം അതിൻ്റെ ചേർന്ന് പ്ലസ് ജീവശ്വാസം വിച്ച് ഈസ് ഈക്വൽ ടു ജീവനുള്ള ദേഹി. ശരീരത്തിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ, ശരീരത്തിൽ പ്ലസ് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ആരായി മാറി? ജീവനുള്ള ദേഹിയായി മാറി. ഇനി മറിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈവം നൽകിയ ജീവശ്വാസം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നാം മരിച്ച അവസ്ഥയിലേക്ക് മാറുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഇവിടെ ഒരു ചെറിയൊരു സിമ്പിൾ ഫോർമുല നമുക്കിവിടെ പഠിക്കാം. നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ നാം ആരായി മാറി? ജീവനുള്ള ദേഹിയായി മാറി. ഈ ശരീരത്തിൽ നിന്ന് ജീവശ്വാസം മൈനസ് ചെയ്യുമ്പോൾ, ജീവശ്വാസം നമ്മൾ നിന്ന് എടുത്തു മാറ്റുമ്പോൾ നാം മരിച്ച ശരീരമുള്ള വ്യക്തിയായി മാറും. കാരണം ജീവൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. മനുഷ്യരിൽ ഊതിയത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതാണ് നമുക്ക് നൽകിയ ജീവൻ. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അമർത്യമായ ഒരാത്മാവിനെ ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ മൂക്കിൽ ഊതിക്കൊടുത്തിട്ടില്ല. വാക്കുകൾ ശ്രദ്ധിക്കുക, അമർത്യമായ ഒരാത്മാവിനെ ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ മൂക്കിൽ ഊതിക്കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, 4-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, മനുഷ്യൻ മർത്യനാണ്. മാൻ ഈസ് മോർട്ടൽ. മനുഷ്യൻ മർത്യനാണ്. മർത്യൻ എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. മർത്യൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നവൻ. അപ്പം മർത്യനായ ഒരു മനുഷ്യനിൽ ഒരിക്കലും അമർത്യനായ
ആത്മാവിനെ ഒരിക്കലും ദൈവം നൽകില്ല. അതുകൊണ്ട് വേദപുസ്തകവും നമ്മെ പഠിപ്പിക്കുന്നു, അമർത്യത ദൈവത്തിന് മാത്രമുള്ളതാണ്. ഗോഡ് ഈസ് ഇമോർട്ടൽ. അമർത്യത ദൈവത്തിന് മാത്രമേ ഉള്ളൂ. 1 തീമോഥെയോസിന്റെ ലേഖനം 6:16 താൻ മാത്രം അമർത്യതയുള്ളവൻ. വീണ്ടും 1 തീമോഥെയോസ് 1:17 ദൈവം അക്ഷയനാണ്, ഒരിക്കലും ക്ഷയിക്കാത്തവൻ, നശിക്കാത്തവൻ, മരണമില്ലാത്തവൻ എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സിദ്ധാന്തം വിജാതീയരിൽ നിന്ന് സഭയിലേക്ക് കടന്നു വന്നതായ ഒരു സാത്താൻ്റെ ഒരു വഞ്ചനയുടെ സിദ്ധാന്തമാണ് ആത്മാവിൻ്റെ അമർത്യത എന്ന സിദ്ധാന്തം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. കാരണം ദേഹത്തെയും കൊല്ലുവാൻ, നശിപ്പിപ്പാൻ കഴിയുന്നവനെ ഭയപ്പെടുവേനെന്ന് യേശു തന്നെ ഈ ലോകത്തിൽ പറയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ മാത്രം കൊല്ലുന്നവരെ നാം ഒരിക്കലും ഭയപ്പെടേണ്ട. കാരണം നമ്മുടെ കർത്താവ് ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ യോഗ്യനാണ് എന്നിവിടെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ചത്തെ ഭാഗത്തിൽ ഈ വഞ്ചനയിൽ കുടുങ്ങിപ്പോകുവാൻ പാടില്ല എന്ന് പണ്ട് കാലം മുതലേ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് ദൈവം പല അരുളപ്പാടുകളിലൂടെ നൽകിയിട്ടുണ്ടായി. ഈ നിഗൂഢതയിൽ, ഈ വഞ്ചനയിൽ, ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സ്വഭാവത്തിൻ്റെ വഞ്ചനയിൽ നാം ഒരിക്കലും ദൈവമക്കൾ കുടുങ്ങിപ്പോകുവാൻ പാടില്ല. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇപ്രകാരം നമ്മെ മനസ്സിലാക്കി തരുന്നു, മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് എന്നിവിടെ പറയുകയാണ്. വീണ്ടും ലേവ്യ പുസ്തകം 20:27, ലേവ്യ പുസ്തകം 20:27, വെളിച്ചപ്പാടോ മന്ത്രവാദമുള്ള പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ മരണശിക്ഷ അനുഭവിക്കണം, അവരെ കല്ലെറിഞ്ഞു കൊല്ലണം, അവരുടെ രക്തം അവരുടെ മേലിരിക്കും. അത്രത്തോളം ദൈവകോപം ഈ ജനത്തിൻ്റെ മേലുണ്ടായിരുന്നു. ദൈവം ഒരിക്കലും ഇസ്രായേൽ ജനം ഈ വ്യാജ മത പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നത് ഒരിക്കലും ദൈവം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലേ? ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്, അല്ലേ? മനുഷ്യൻ അമർത്യനാണ്, ദൈവം മാത്രമാണ് അമർത്യതയുള്ളവൻ. അതുകൊണ്ട് ഈ വഞ്ചനയുടെ നിഗൂഢമായ ഈ ആത്മാവിൻ്റെ അമർത്യത എന്ന സിദ്ധാന്തം ഒരിക്കലും ഇസ്രായേൽ ജനം വിശ്വസിക്കുവാൻ പാടില്ല എന്ന് ദൈവം പണ്ടുകാലം മുതൽ തന്നെ അവർക്ക് അരുളപ്പാട് നൽകി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ ബൈബിൾ എന്ത് പറയുന്നു? ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം, ഇങ്ങനെ വിശ്വസിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അത്രമാത്രം ദൈവം രൂക്ഷമായിട്ടാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ നോക്കിയത്. അത്രമാത്രം ഈ ജനത്തോട്, ഈ വ്യാജമത പ്രസ്ഥാനത്തോട് നിൽക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം, സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തണം. അത്രമാത്രം ദൈവജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം രൂപകൽപ്പന നൽകി. അതുകൊണ്ട് ലേഖകൻ പറയുന്നു, പ്രേതാത്മവാദം എന്ന് പറയുന്നത് തീർത്തും പൈശാചികമാണ്. സഭ ശ്രദ്ധിക്കുക, പ്രേതാത്മവാദം എന്ന് പറയുന്നത് തീർത്തും പൈശാചികമാണ്. അത് ആളുകളെ വ്യാജ ആരാധനയിലേക്ക് വശീകരിക്കുകയും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ശിഥിലമാക്കുകയും ചെയ്യും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോൾ മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. സഭാപ്രസംഗി 9-ാം അധ്യായം 5-ാം വാക്യം ശലോമോൻ ജ്ഞാനി പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അല്ലേ? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി പറയുന്നു, മരിച്ചവരുടെ അവസ്ഥയെ ജീവിച്ചിരിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന്, പക്ഷേ മരിച്ചവരെ ഒന്നും അറിയുന്നില്ല. മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല, അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ. വീണ്ടും ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7 മുതൽ 9 വരെ, ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7 മുതൽ 9 വരെ, എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ, എൻ്റെ കണ്ണ് ഇനി ഒരിക്കലും എൻ്റെ നന്മയെ കാണുകയില്ല. കാരണം എൻ്റെ ജീവൻ ഒരു ശ്വാസമാണ്, അത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ നന്മയെ എനിക്കൊരിക്കലും കാണുവാൻ കഴിയില്ല. മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല എന്ന് ഇയ്യോബ് പറയുന്നു. അതുകൊണ്ട് പ്രവാചകനായ യെശയ്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത് 8-ാം അധ്യായം 19-20 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പ്രവചനം 8-ാം അധ്യായം 19-20, വെളിച്ചപ്പാടന്മാരോട് ചെലയ്ക്കുകയും
ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീനെന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കേണ്ടത് എന്തിന് എന്നിവിടെ ചോദിക്കുകയാണ് അല്ലേ? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടാണോ ചോദിക്കേണ്ടത്? ഉപദേശത്തിനും സാക്ഷ്യത്തിനും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവേൻ. അവർ ഈ വാക്ക് പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല എന്ന് യെശയ്യാവ് പറയുകയാണ്. അതുകൊണ്ട് വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ വ്യക്തികളെക്കുറിച്ച് ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നു അല്ലേ? ജീവനുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മരിച്ചവരോടാണോ ലക്ഷണം ചോദിക്കുന്നത് എന്ന് യെശയ്യാവ് ചോദിക്കുന്നു അല്ലേ? അതുകൊണ്ട് ഇത് വല്ലാത്തൊരു തിന്മയാണ്, വല്ലാത്തൊരു വഞ്ചനയാണ്. വിശുദ്ധ ശബദിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയതുപോലെ ഉള്ള ഒരു വല്ലാത്ത വ്യാജ മതമാണ് ഈ ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സിദ്ധാന്തം. അതുകൊണ്ട് ഇന്ന് അനേകര് മരിച്ചവര് സ്വർഗത്തിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിക്കുന്നു. അവിടെ വിശ്വാസം വളരെ ദൃഢമാണ്, വേരൂന്നിയ വിശ്വാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചവർ നീതിമാന്മാരാണെങ്കിൽ സ്വർഗത്തിൽ പോയെന്നും ദുഷ്ടന്മാരാണെങ്കിൽ അവർ നരകത്തിലായിരിക്കുന്നുവെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം അവർക്ക് ഉപേക്ഷിക്കുവാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല, കാരണം അത്രത്തോളം അവിടെ വിശ്വാസം ദൃഢമാണ്. പക്ഷേ ബൈബിൾ പറയുന്നു മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, അവരുടെ ഓർമ്മ വിട്ടുപോകുന്നു, അവർക്ക് ഈ ലോകത്തിൽ ഒരു പ്രതിഫലവും ഇല്ല അല്ലേ? അപ്പോൾ ഈ ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന വലിയ ഈ പൊള്ളയായ സിദ്ധാന്തത്തിനെതിരെ പോരാടുവാൻ ദൈവസഭയോട് ഞായറാഴ്ചത്തെ പാഠം പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് മരണം പഴയ നിയമത്തിൽ. ലേഖകൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഒരിക്കലും ആത്മാവിൻ്റെ അമർത്യതയെ പഠിപ്പിക്കുന്നില്ല അല്ലേ? സാത്താൻ നൽകിയിരിക്കുന്ന വഞ്ചനയായ ആത്മാവ് അമർത്യതയുള്ളതാണ് എന്നൊരിക്കലും പഴയ നിയമം ഒരിടത്തും പറയുന്നില്ല. വേറൊരു കാര്യം പറയുന്നത് മരണശേഷം വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് പോകുമെന്നും ദുഷ്ടന്മാർ നരകത്തിൽ ഈ അഗ്നിയിൽ കടന്നിങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുമെന്നും ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ ഒരിക്കലും ആത്മാവിൻ്റെ അമർത്യതയെ പഠിപ്പിക്കുന്നില്ല. കൂടാതെ മരണശേഷം വിശുദ്ധന്മാർ ആനന്ദത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോകുമെന്നും ദുഷ്ടന്മാർ നരകത്തിൽ കിടന്ന് നിത്യത മുഴുവനും കത്തിക്കൊണ്ടിരിക്കുമെന്നും ഒരിക്കലും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? നമ്മുടെ ഗോത്രപിതാക്കന്മാർ എന്താണ് മരണത്തെക്കുറിച്ച് പറയുന്നത്? പഴയ നിയമത്തിൽ മരണത്തെക്കുറിച്ച് നമ്മുടെ ഗോത്രപിതാക്കന്മാർ പറയുന്നത് മരണം ഒരു നിദ്രയാണ്, ഒരു ഉറക്കമാണ്. മരണമൊരു നിദ്രയാണ്. അനേക വേദപുസ്തകത്തിൽ അതിൻ്റെ തെളിവായി പറയുന്നു അല്ലേ? 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്ന് പറയുന്നു. വീണ്ടും 1 രാജാക്കന്മാർ 11:43 പറയുന്നത് ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ഇയ്യോബ് പറയുന്നു, ഇയ്യോബ് മരണത്തെ ഉറക്കമായിട്ട് ഇയ്യോബ് ചിത്രീകരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 13:3 ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വീണ്ടും യെരമ്യാവിൻ്റെ പ്രവചനം 51-ാം അധ്യായം 39-ാം വാക്യം പറയുന്നു നിത്യ നിദ്ര എന്ന് മരണത്തെ യെരമ്യാവ് പ്രവാചകൻ വിളിക്കുകയാണ്. അപ്പം മരണം ഒരു നിദ്രയായിട്ടാണ് പഴയ നിയമത്തിൽ നമ്മുടെ ഗോത്രപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. മരിച്ചവർ ഉറങ്ങുന്നു അല്ലേ? ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു അബോധ അവസ്ഥയാണ്, അവരൊന്നും അറിയുന്നില്ല. അതാണ് സഭാപ്രസംഗി 9-ാം അധ്യായത്തിൽ പറയുന്നത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ഒന്നും അറിയുന്നില്ല, ഉറക്കമാണ്, ഒരു അബോധ അവസ്ഥയാണ്. വീണ്ടും ഉറക്കത്തിൽ അവൻ്റെ ബോധ മനസ്സ് നിശ്ചലമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 146-ാം സങ്കീർത്തനം 4-ാം വാക്യം അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. അവൻ്റെ ബോധ മനസ്സപ്പോൾ നിശ്ചലമാണ്. വീണ്ടും ഉറക്കമെന്ന് പറയുന്നത് സകല പ്രവർത്തനങ്ങൾ, മനുഷ്യൻ അതുവരെ ചെയ്ത സകല പ്രവർത്തനങ്ങൾക്കും അന്തം വരുത്തുന്നതാണ് ഉറക്കം. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത് 9-ാം അധ്യായം 10-ാം വാക്യം നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ അറിവോ സൂത്രമോ ജ്ഞാനമോ ഒന്നുമില്ല എന്ന് പറയുന്നു.
വീണ്ടും ഉറക്കത്തെ നമ്മുടെ വികാരങ്ങളെ നിർജീവമാക്കുന്ന പ്രവൃത്തിയായി പറയുന്നു. ഉറക്കത്തെ നമ്മുടെ വികാരങ്ങളെ നിർജീവമാക്കുന്ന പ്രവൃത്തിയായി പറയുന്നു. കാരണം സഭാപ്രസംഗി 9:6 പറയുന്നു, അവിടെ സ്നേഹവും അവിടെ ദേഷ്യവും അവിടെ അസൂയയും എല്ലാം നശിച്ചു പോയി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഗോത്രപിതാക്കന്മാർ മരണത്തെ ഒരു നിദ്രയായി പഴയ നിയമത്തിൽ ഇവിടെ പറയുന്നു. പക്ഷേ എങ്കിലും ഇന്നത്തെ ക്രൈസ്തവ ലോകവും മറ്റുള്ളവരും എന്താ വിശ്വസിക്കുന്നത്? ഇന്നത്തെ ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്നത് മരിച്ചവർ ജീവിച്ചിരിക്കുന്നുവെന്നും അവർ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നുവെന്നും ശരീരമില്ലാത്ത ആത്മാക്കളെ പോലെ അവർ ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങുന്നുവെന്നൊക്കെയാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകം സാത്താൻ്റെ വഞ്ചനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നത്തെ ക്രൈസ്തവ ലോകം ചിന്തിക്കുന്നത് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരുമായി ആശയവിനിമയം നടത്തുന്നുവെന്നും ശരീരമില്ലാത്ത ആത്മാക്കളെ പോലെ ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങുന്നുവെന്നും ക്രൈസ്തവ ലോകം പഠിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും വേദപുസ്തകം ഇങ്ങനൊരു പഠിപ്പീര് നമ്മുടെ പുസ്തകത്തിലില്ല. ഇതെല്ലാം ജാതീയ വിശ്വാസമാണ്. ഇതൊക്കെ ജാതീയ വിശ്വാസമാണ്. ചിലർക്കൊരു ധാരണയുണ്ട്, നമ്മുടെ സ്നേഹിതനായ ഒരാൾ വ്യക്തി മരിച്ചു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയാൽ ആ സ്നേഹിതൻ അല്ലെങ്കിൽ ബന്ധു നമ്മളുമായി ആശയവിനിമയം നടത്തുന്നു, അതേ രൂപത്തിലും ഭാവത്തിലും വന്ന് നമ്മോട് സംസാരിക്കുന്നു, നമുക്ക് വേണ്ടുന്ന സഹായം നൽകുന്നു, നമ്മോട് അനുകമ്പയോട് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ പല തരത്തിലുള്ള അത്ഭുതങ്ങൾ പിശാച് അന്ത്യകാലത്ത് വഞ്ചനയുടെ അനുഭവത്തിൽ നമ്മെ തെറ്റിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇതെല്ലാം ഭൂതാത്മാക്കളാണ്. ഇവരെല്ലാം ആരാ? ഭൂതാത്മാക്കളാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് ദാനിയേലിന്റെ പ്രവചനത്തിൽ പറയുന്നൊരു വചനമുണ്ട്. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു. ദാനിയേലിന്റെ പ്രവചനം 12:2, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായി അന്ത്യകാലത്തുണരും എന്നിവിടെ പറയുന്നു. അവരിപ്പോൾ ഉറക്കത്തിലാണ്. നമ്മുടെ ദാവീദ് രാജാവും ശലോമൻ രാജാവും എല്ലാം ഉറക്കത്തിലാണ്. അവർ പുനരുത്ഥാനം ചെയ്തിട്ടില്ല. പക്ഷേ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിൽ നാളിൽ ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായി ഉണരുന്ന കാലമുണ്ട് എന്നിവിടെ പറയുന്നു. വീണ്ടും ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-26 വാക്യങ്ങൾ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ഇത് ഇയ്യോബിൻ്റെ പ്രത്യാശയുടെ ഒരു വചനമാണ്. ഇയ്യോബ് ഇവിടെ നമ്മെ മനസ്സിലാക്കി തരും. അതുകൊണ്ട് മരിച്ചവരിന്ന് വിശ്രമത്തിലാണ്, മരിച്ചവരിന്ന് ഉറക്കത്തിലാണ്. ഈ ലോകത്തിലെ ഒന്നും അവരറിയുന്നില്ല. അവർ ശരീരമില്ലാത്ത ആത്മാക്കളെ പോലെ അവർ ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങുന്നില്ല. ജാതികൾ ചിന്തിക്കും പോലെ ശരീരമില്ലാത്ത ആത്മാക്കളെ പോലെ അവർ ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങുന്നില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഗോത്രപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മരണമൊരു നിദ്രയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിച്ചവർ 1000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച വ്യക്തിയാണെങ്കിലും 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച വ്യക്തിയാണെങ്കിലും ഈ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ അവർ കർത്താവിൻ്റെ വരവിനെയാണ് കാണുന്നതെന്ന് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അവരൊരു ഉറക്കത്തിലാണ്, അവരൊരു നിദ്രയിലാണ്. അവരെണീക്കുമ്പോൾ 1000 വർഷം കഴിഞ്ഞ് എണീറ്റാലും 2000 വർഷം കഴിഞ്ഞ് എണീറ്റാലും 100 വർഷം കഴിഞ്ഞ് എണീറ്റാലും അവർ ചിന്തിക്കുന്നത് ഞാനൊരു നിദ്രയിൽ ആയിരുന്നുവെന്നും ഞാനിപ്പോൾ എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കാണുന്നുവെന്നും ദൈവമക്കൾ ചിന്തിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ആശ്ചര്യത്തോടെ എൻ്റെ കർത്താവ് മടങ്ങി വരുന്ന കാഴ്ചയായിരിക്കും ഈ ഉറങ്ങുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ നിദ്രയിലാണ്ടിരിക്കുന്ന മക്കൾ കർത്താവിനെ കാണുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഒരിക്കലും ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. അത് തെറ്റായ സാത്താൻ്റെ വഞ്ചനയായിട്ട് ഇവിടെ പറയുന്നു. ഒരിക്കലും ആത്മാവില്ലാത്ത ശരീരങ്ങളുമായി ആശയവിനിമയം നടത്തുന്നില്ല. അവരൊരിക്കലും ചുറ്റിക്കറങ്ങുന്നില്ല, അല്ലേ? അവരൊന്നും അറിയുന്നില്ല, മരിച്ചവരൊന്നും അറിയുന്നില്ല. പാതാളത്തിലെ സൂത്രമോ ജ്ഞാനമോ ഒന്നും അവരറിയുന്നില്ല. അവരുടെ അസൂയയും ദേഷ്യവും ഒക്കെ നശിച്ചു പോയി എന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് മരണം പുതിയ നിയമത്തിൽ. മരണം പുതിയ നിയമത്തിൽ. നാം പഴയ നിയമത്തിൽ മരണത്തെക്കുറിച്ച് പഠിച്ചത് മരണം ഒരു നിദ്രയാണ്.
ഈ ഒരു വസ്തുത തന്നെയാണ് പുതിയ നിയമത്തിലും പറയുന്നത്. പുതിയ നിയമത്തിലും നമ്മുടെ ലേഖകന്മാർ പറയുന്നത് മരണം ഒരു നിദ്രയാണ്, അല്ലെങ്കിൽ ഉറക്കമാണ്. വേദപുസ്തകത്തിൽ മരണം ഒരു നിദ്രയാണെന്ന് 53 പ്രാവശ്യം നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആത്മാവിൻ്റെ അമർത്യത എന്ന സിദ്ധാന്തം പഴയ നിയമത്തിലും പറയുന്നില്ല, പുതിയ നിയമത്തിലും പറയുന്നില്ല. ഇനി പുതിയ നിയമത്തിൽ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത്. പുതിയ നിയമത്തിൽ സുവിശേഷത്തിലുടനീളം പറയുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് ഒരു മനുഷ്യന് നിത്യജീവൻ ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്തമാകുന്ന നിത്യജീവൻ്റെ ഉറപ്പ് പാതാളത്തിലെ ഒരു പിശാചിനും തടുക്കുവാൻ കഴിയില്ല എന്ന് നമ്മുടെ ലേഖകൻ പറയുന്നു. കാരണം ദൈവം നൽകിയിരിക്കുന്ന ഉറപ്പാണ് മനുഷ്യന് നിത്യജീവൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് അതൊരിക്കലും ഒരു പിശാചിനും, പാതാളത്തിൽ നിന്നുള്ള ഒരു പിശാചിനും അതിനെ കവർന്നെടുക്കുവാൻ കഴിയില്ല എന്ന് പറയുന്നു. കാരണം നമ്മുടെ കർത്താവ് ക്രൂശിൽ മരണത്തെ തോൽപ്പിച്ചു, അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും കർത്താവിൻ്റെ പുനരുത്ഥാനം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കെല്ലാവർക്കും ഒരു പ്രത്യാശ നൽകുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 11-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. യേശുവിൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, നമ്മുടെ ലാസർ മരിച്ചുപോയി. പക്ഷേ യേശു പറയുകയാണ്, ലാസർ നിദ്രയിലാണ്, അവൻ ഉറങ്ങുകയാണ്, അല്ലേ? ലാസർ നിദ്രയിലാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് വരുന്നു. മാർത്ത യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു മാർത്തയോട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മാർത്ത യേശുവിനോട് പറയുകയാണ്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് മാർത്ത ഇവിടെ പറയുന്നു. യേശു മാർത്തയോട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അല്ലേ? അപ്പോൾ പുതിയ നിയമത്തിൽ ലാസറിൻ്റെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ലാസറിനെ കുറിച്ച് പറയുന്നത്, കർത്താവ് പറയുന്നത് ലാസർ നിദ്രയിലാണ്, അല്ലേ? മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കമാണ്, അല്ലെങ്കിൽ ഒരു നിദ്രയാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വേദവാക്യങ്ങൾ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും എപ്പോൾ ഏതിലിരിക്കുന്നു? നിങ്ങളിന്നും പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും എന്ത് ചെയ്തു? നശിച്ചു പോയി എന്നിവിടെ പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം വ്യർത്ഥമത്രേ, നാം ഇപ്പോഴും പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. കൂടാതെ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം എന്ത് ചെയ്തു? ഒരു പ്രത്യാശയുമില്ലാതെ നശിച്ചു പോയി എന്നിവിടെ പറയുന്നു, അല്ലേ? എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? പൗലോസ് അർത്ഥമാക്കുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നമ്മുടെ കർത്താവ് പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർക്ക് എന്തുണ്ട്? ഒരു വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതൽ 54 വരെയുള്ള വേദവാക്യങ്ങൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51 മുതൽ 54 വരെ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന എഴുതിയ വചനം നിവൃത്തിയാകും, അല്ലേ? ഇവിടെ വ്യക്തമായിട്ട് മനുഷ്യൻ്റെ രൂപാന്തരത്തെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുമെന്നും മരിച്ചവർ അക്ഷരായി ഉയർക്കുമെന്ന്
പൗലോസ് അപ്പോസ്തലൻ കൊരിന്തു സഭയോട് പറയുന്നു. വീണ്ടും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15 മുതൽ 17 വരെ, 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15 മുതൽ 17 വരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും, നമ്മൾ പഠിച്ച മനപ്പാഠവാക്യമാണ് അല്ലേ, ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക അല്ലേ. അതുകൊണ്ട് ഒരു കാര്യം ലേഖകൻ ചോദിക്കുകയാണ്, മരിച്ചവർ ഇതിനകം സ്വർഗത്തിൽ പോയി എങ്കിൽ അല്ലേ, മരിച്ച വിശുദ്ധന്മാർ സ്വർഗത്തിൽ പോയി എങ്കിൽ നമ്മുടെ കർത്താവ് എന്തിനാണ് വീണ്ടും വരുന്നത് അല്ലേ? സ്വയം ചിന്തിക്കുക. വിശുദ്ധരായ മരിച്ച വ്യക്തികൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞുവെങ്കിൽ പിന്നെ ആരെ ചേർക്കുവാനാണ് കർത്താവ് മടങ്ങി വരുന്നത്? അതിലെന്തർത്ഥമാണുള്ളത് എന്നിവിടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് നമ്മുടെ പ്രത്യാശ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് നമ്മുടെ പ്രത്യാശ. കാരണം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അല്ലേ, മരണത്തെ അതിജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, 1 പത്രോസ് 1:4 പറയുന്നത്, 1 പത്രോസ് 1:4, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമുക്ക് വേണ്ടി ദൈവം അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നിവിടെ പറയുന്നു അല്ലേ. ഈ ഭൂമിയിലെ ക്ഷയം, ഈ ഭൂമിയിലെ മാലിന്യം, ഈ ഭൂമിയിലെ വാട്ടം ഒന്നും ഇല്ലാത്തവരായി നമുക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന ആ വലിയ അവകാശത്തെക്കുറിച്ച് ചൊവ്വാഴ്ചത്തെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയൊരു പ്രത്യാശയെക്കുറിച്ച് പറയുകയാണ്, പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ അല്ലേ. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം എന്നിവിടെ പറയുന്നു അല്ലേ. എന്താണ് പുനരുത്ഥാനം നമുക്ക് നൽകുന്ന പ്രത്യാശ? വെളിപാടുകാരനായ യോഹന്നാൻ 1:18 പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. വീണ്ടും യേശു തന്നെ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അല്ലേ. ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ്, നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവ്, മരണത്തിൽ മേൽ അധികാരമുള്ള കർത്താവ്, മരണത്തെ കീഴടക്കുന്ന കർത്താവ് പറയുകയാണ്, നാം രൂപാന്തരപ്പെടും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും അല്ലേ. അപ്പോൾ ഒരു വലിയൊരു സന്ദേശം നമ്മുടെ പുതിയ നിയമത്തിൽ മരണത്തെക്കുറിച്ച് പറയുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ മരണം എന്നത് തീർത്തും നിദ്രയാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് പ്രേതാത്മവാദം അവസാന നാളുകളിൽ. 2 ഭാഗങ്ങളായിട്ടാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബുധനാഴ്ചത്തെ ഭാഗത്തിൽ നാം 1-ാമത്തെ ഭാഗം പഠിക്കുകയാണ്, പ്രേതാത്മവാദം അവസാന നാളുകളിൽ അല്ലെങ്കിൽ അന്ത്യകാലത്ത്. ഇവിടെ ലേഖകൻ പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ 2-ാം വരവിന് തൊട്ടു മുമ്പ് പിശാച് അനേകരെ തെറ്റിക്കാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എന്ന് ബുധനാഴ്ചത്തെ പാഠത്തിൽ തുടക്കം പറയുന്നു അല്ലേ. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിന് തൊട്ടു മുമ്പ് പിശാച് അനേകരെ തെറ്റിക്കാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. എഴുത്തുകാരിയായ ഏഞ്ചൽ റോഡിഗ്രർ തൻ്റെ അഭിപ്രായം പറയുകയാണ്, ഈ പിശാചിൻ്റെ ഈ ശക്തിയെക്കുറിച്ച്, ആ ശക്തിയുടെ ഉത്ഭവത്തെക്കുറിച്ച്, ഉറവയെക്കുറിച്ച്, ഉള്ളടക്കത്തെക്കുറിച്ച് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ പിശാച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അമാനുഷിക പ്രകടനങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ നടത്തും എന്ന് ഏഞ്ചൽ റോഡിഗ്രർ എന്ന് പറയുന്നത് ആ എഴുത്തുകാരി ഇവിടെ പറയുന്നു. ഈ പിശാചിൻ്റെ ശക്തിയെക്കുറിച്ചോ, ഈ പിശാചിൻ്റെ പ്രേരണയെക്കുറിച്ചോ, ഉത്ഭവത്തെക്കുറിച്ചോ, ഉള്ളടക്കത്തെക്കുറിച്ചൊന്നും, ആ ശക്തിയുടെ ഉള്ളടക്കത്തെക്കുറിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത്രമാത്രം ശക്തിയോടുകൂടി അന്ത്യകാലത്ത് പ്രേതാത്മവാദം, സ്പിരിച്വലിസം എക്സ്പോസ് ചെയ്യും എന്ന് പറയുന്നു. നമ്മൾ പഠിക്കുന്ന ഹെഡിങ് തന്നെ, പാഠത്തിൻ്റെ മുഴുവൻ ഹെഡിങ് തന്നെ പ്രേതാത്മവാദം വെളിപ്പെട്ടു എന്നാണ്. അപ്പോൾ ഏതേൻ തോട്ടത്തിൽ
വെളിപ്പെട്ടതായ പ്രേതാത്മവാദം, നിങ്ങൾ മരിക്കയില്ല നിശ്ചയമെന്ന് ഹവയോട് പറഞ്ഞതായ പ്രേതാത്മവാദം അന്ത്യകാലമാകുമ്പോൾ വളരെ ശക്തിയോടുകൂടി അടയാളങ്ങളും അത്ഭുതങ്ങളും പിശാച് ചെയ്യുമെന്ന്, അമാനുഷിക പ്രകടനങ്ങൾ വരെ നടത്തുമെന്ന് ഇവിടെ പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ ജനത്തോട് പറഞ്ഞൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്, അല്ലേ? യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. അല്ല, 5-ാം വാക്യം പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. 24-11 പറയുന്നത് കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. 24-ാം വാക്യം പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പിശാച് കാണിക്കും എന്നിവിടെ പറയുന്നു. വീണ്ടും പൗലോസ് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7 മുതൽ 9 വരെ, 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായം 7 മുതൽ 9 വരെ പറയുന്നത് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നു. ഇതിനെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി അന്ത്യകാലത്ത് വെളിപ്പെട്ടു വരും എന്നിവിടെ പറയുന്നു. അവനെ കർത്താവ് യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അധർമ്മമൂർത്തിയെ നശിപ്പിക്കും എന്നിവിടെ പറയുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും അന്ത്യകാലത്ത് പ്രേതാത്മവാദം വെളിപ്പെടുന്നത് എന്നിവിടെ പറയുന്നു. അപ്പോൾ വളരെ ശക്തിയോടുകൂടി അന്ത്യകാലത്ത് പിശാച് ഈ ലോകത്തിൽ അമാനുഷിക പ്രകടനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ചുള്ള സിദ്ധാന്തം ഒക്കെ ഈ ലോകത്തിൽ പഠിപ്പിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബൈബിൾ ഒരിക്കലും ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അല്ലേ? ബൈബിളിൻ്റെ വേദപുസ്തകത്തിൽ ഒരു അടിസ്ഥാനം ഒരിക്കലുമില്ല. ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്നത് ആ സിദ്ധാന്തം ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ വിഷയമല്ല. ഒരിക്കലും ബൈബിള് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സിദ്ധാന്തം സാത്താൻ ഈ ലോകത്തിൽ കൊണ്ടുവന്ന ഒരു വഞ്ചനയാണ്. മനുഷ്യനെപ്പോഴും അടിമത്വത്തിൽ തന്നെ ആയിരിക്കുവാൻ വേണ്ടി സാത്താൻ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ഈ ആത്മാവിൻ്റെ അമർത്യത എന്ന് പറയുന്ന സിദ്ധാന്തം. അതുകൊണ്ട് നമ്മുടെ ബുധനാഴ്ചത്തെ പാഠത്തിൽ ഒരു പൊയ്യോ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുകയാണ്. പൊയ്യോ അടയാളങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു അടയാളമാണ് പൊയ്യോ അടയാളങ്ങൾ. നമ്മുടെ ശാസ്ത്ര പാഠത്തിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പൈശാചിക ആത്മാക്കളാൽ നിർവഹിക്കപ്പെടുന്ന ഒരു അടയാളമാണ് പൊയ്യോ അടയാളങ്ങൾ, അല്ലേ? അവിടെ ദുഷ്ടശക്തികളെല്ലാം ഒന്നിക്കും. പ്രധാനമായും വെളിപാട് പ്രവാചകൻ പറയുന്നതായി ദുഷ്ടശക്തികളായ മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു അടയാളമാണ് പൊയ്യോ അടയാളം. അവിടെ മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനും എല്ലാം ഒരുമിച്ച് ചേർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഒരു അനുഭവം. വെളിപാട് പ്രവചനം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. വെളിപാട് പ്രവചനം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് പത്മോസിലെ യോഹന്നാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ആരാണെന്നാ പറയുന്നത്? ഭൂതാത്മാക്കൾ തന്നെ. അപ്പോൾ മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും തവളയെ പോലെയുള്ള 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്ന കാഴ്ച പത്മോസിലെ യോഹന്നാൻ ദർശനത്തിലൂടെ കണ്ടു. അവരെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇവർ ഭൂതാത്മാക്കളാണ് എന്നിവിടെ പറയാം. അപ്പോൾ ഈ ഭൂതാത്മാക്കൾക്ക് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിൽ അമാനുഷിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ ഈ പിശാചിന്, ഈ ഭൂതാത്മാവിന് കഴിയും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ലോകത്തെ വഞ്ചിക്കുന്ന തരത്തിൽ അന്ത്യകാലത്ത് പിശാച് തൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നു എന്നിവിടെ പറയുന്നു. അനേകരെ ഈ പ്രേതാത്മവാദത്തിലേക്ക് ആകർഷിക്കുകയാണ്. ഇന്ന് അനേകരെ പ്രേതാത്മവാദത്തിൽ വിശ്വസിക്കുന്നു, അല്ലേ? മരിച്ചവർ ജീവിക്കുന്നുവെന്നും, അല്ലേ? ഇന്ന് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നുവെന്നും, അല്ലേ? ഒക്കെ നമ്മെ സഹായിക്കുന്നു എന്നൊക്കെ ഇന്ന് അനേക ദശലക്ഷക്കണക്കിന് ആൾക്കാർ അത് വിശ്വസിക്കുന്നു. അതെല്ലാം സാത്താൻ്റെ വഞ്ചനയാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് ദൈവവചനത്തിൽ അടിത്തറയില്ലാത്തവനും
വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവരൊക്കെ ഈ സാത്താൻ്റെ കൊടും വഞ്ചനയിൽ വീണുപോകും എന്ന് ലേഖകൻ പറയുന്നു. അതുകൊണ്ടാണ് വെളിപാടുകാരനായ യോഹന്നാൻ 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ, വെളിപാടിൻ്റെ പ്രവചനം 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ, അത് മനുഷ്യർ കാൺകെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ആ വ്യക്തി ഭൂവാസികളോട് പറയുകയും ചെയ്യും. അപ്പോൾ പിശാചിൻ്റേതായ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ അമർത്യത, യഥാർത്ഥത്തിൽ ആത്മാവ് അമർത്യമാണോ? ആത്മാവ് അമർത്യമോ? അല്ലേ? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മരിച്ച മനുഷ്യൻ്റെ ശരീരം ദ്രവിച്ചു പോയാലും അമർത്യമായ ഒരു ആത്മാവുണ്ടെന്ന് അനേകർ വിശ്വസിക്കുന്നു. മരിച്ച മനുഷ്യൻ്റെ ശരീരം ഈ ലോകത്തിൽ ദ്രവിച്ചു പോയാലും അമർത്യമായ ഒരു ആത്മാവുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷെ ഒരിക്കലും വേദപുസ്തകവും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എബ്രായ ഭാഷയിലെ രൂഹ എന്ന പദമാണ് ഇംഗ്ലീഷിൽ നാം സ്പിരിറ്റ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് സ്പിരിറ്റ് അല്ലെങ്കിൽ രൂഹ എന്ന വാക്കിൻ്റെ അർത്ഥം? ശ്വാസം, കാറ്റ്, മനസ്സ്, ജീവൻ എന്നൊക്കെ ഇതിന് അർത്ഥങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ രൂഹ എന്ന പദപ്രയോഗം 337 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രൂഹ അല്ലെങ്കിൽ ജീവൻ അല്ലെങ്കിൽ ശ്വാസം, രൂഹ പോകുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം പോകുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന വചനമാണ് ഉൽപ്പത്തി 3:19, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തിരികെ ചേരും, അല്ലേ? ഈ വാക്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ഒരിക്കലും അമർത്യമായ ഒരാത്മാവില്ല. മനുഷ്യനിൽ ഒരിക്കലും അമർത്യമായ ഒരാത്മാവില്ല. അവൻ മരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പൊടിയിലേക്ക് തിരികെ ചേരുന്നു, അവൻ വീണ്ടും മണ്ണായി മാറുന്നു. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ശലോമോൻ സഭാപ്രസംഗി 12:7 പറയുന്നു ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇവിടെ ആത്മാവെന്ന് പറയുന്നത് തീർത്തും ദൈവം നൽകിയതായ ജീവശ്വാസമാണ്. ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ഊതിയ ജീവശ്വാസമാണ് ഇവിടെ ആത്മാവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദശലക്ഷക്കണക്കിന് ഈ ഒരു സത്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഈ ഒരു സത്യം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവരിപ്പോഴും ചിന്തിക്കുന്നത് മരിച്ചവർ മരണശേഷം വീണ്ടും ജീവിക്കുന്നു എന്നതാണ്. മരിച്ചവർ മരണശേഷം വീണ്ടും ജീവിക്കുന്നു എന്നതാണ്. അവർ വലിയ മിഥ്യാധാരണയിൽ അവർ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മെ മനസ്സിലാക്കിയിരിക്കുന്ന വലിയൊരു സത്യമെന്ന് പറയുന്നത് മരിച്ചവരൊന്നും അറിയുന്നില്ല, അവർ മൗനതയിലാണ്, അവരൊന്നും ഈ ലോകത്തിലെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പ്രേതാത്മവാദം അന്ത്യകാലത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ഈ ലോകത്തിൽ പ്രവർത്തിക്കുമെന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് പ്രേതാത്മവാദം അവസാന നാളുകളിൽ രണ്ടാമത്തെ ഭാഗം. പ്രേതാത്മവാദം അവസാന നാളുകളിൽ അല്ലെങ്കിൽ അന്ത്യകാലത്ത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. വ്യാഴാഴ്ച ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നിയതാണ്. രക്ഷയുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ വേരൂന്നിയതാണ്. കാരണം കർത്താവിൻ്റെ യാഗം നമ്മെ അത് സ്വീകരിക്കുവാൻ, ആ രക്ഷ സ്വീകരിക്കുവാൻ നമ്മെ മാടി വിളിക്കുന്നു. അതുകൊണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു നാം ഒരു വലിയ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവരാണ്. തീത്തോസിൻ്റെ ലേഖനം 2:12 പറയുന്നു നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും നാം കാത്തിരിക്കുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ഈ ഭാഗ്യകരമായ പ്രത്യാശയെ കാത്തിരിക്കുന്നവരെ നശിപ്പിക്കുന്നതാണ് പിശാച് ചെയ്യുന്ന പ്രേതാത്മവാദം. അപ്പോൾ ദൈവമക്കൾ ഈ മഹത്വകരമായ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കുമ്പോൾ ഈ പ്രത്യാശയെ നശിപ്പിക്കുന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. അതിനു പകരം നശിപ്പിക്കുവാൻ വേണ്ടി സാത്താൻ എന്ത് ചെയ്യുന്നു? അന്ത്യകാലത്ത് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈ സത്യത്തിൽ നിന്ന് ആളുകളെ അകറ്റുകയാണ് പിശാച് അന്ത്യകാലത്ത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രത്യാശയെ നശിപ്പിക്കുവാനാണ് പിശാച് അന്ത്യകാലത്ത് പല തന്ത്രങ്ങളും ഇവിടെ പിശാച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിപാടുകാരനായ യോഹന്നാൻ 14-ാം അധ്യായം 12-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്
ഇതിൽ നിന്ന് രക്ഷ നേടുവാൻ വെളിപാടുകാരനായ യോഹന്നാൻ 14-ാം അധ്യായം 12-ാം വാക്യം പറയും, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഈ പ്രേതാത്മവാദത്തിനെതിരെ പോരാടുവാൻ നമുക്ക് ദൈവം ആയുധമായി നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയും കൂടാതെ യേശുവിലുള്ള വിശ്വാസവും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും ഉയർത്തിപ്പിടിക്കുന്നവർക്കെതിരെയാണ് ഏറ്റവും അധികം ആക്രമണം പിശാചിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അകറ്റുവാനാണ് പിശാച് ശ്രമിക്കുന്നത്, അല്ലേ? ദൈവകൽപ്പന പ്രമാണിക്കാതെയും യേശുവിലുള്ള വിശ്വാസവും ഇല്ലാതെ ആക്കി തീർക്കുവാൻ പിശാചിന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്നു. അതുകൊണ്ട് ലേഖകൻ പറയുന്നു, ഇതിനെതിരെ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. നാം രണ്ട് കാര്യത്തിലും ഒരുപോലെ വിശ്വസിക്കണം. ദൈവകൽപ്പന നാം പ്രമാണിക്കുന്നവരായിരിക്കണം, കൂടാതെ യേശുവിൻ്റെ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുന്നവരും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രേതാത്മവാദത്തിനെതിരെ നമുക്ക് പോരാടുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അന്ത്യകാലത്ത് സാത്താൻ വലിയ ശക്തിയോടുകൂടി വഞ്ചനകൾ നടത്തും എന്നിവിടെ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 23 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് യേശു തന്നെ പറയുണ്ടായി, അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു അല്ല അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. 25-ാം വാക്യം പറയുന്നു, ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, അതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. പിന്നെ എന്താ ലക്ഷണം? മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്നിവിടെ പറയുന്നു. അപ്പോൾ കർത്താവ് തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ പറയുന്നു, അല്ലേ? അന്ത്യകാലമാകുമ്പോൾ അവിടെ ക്രിസ്തു, ഇവിടെ ക്രിസ്തു, അല്ലേ? ഇവിടെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകനും ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുമെന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, നമ്മുടെ കർത്താവ് അറകളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. നമുക്കെല്ലാവർക്കും കാണുകയാണ് നമ്മുടെ കർത്താവ് വരുന്നത്. മിന്നൽ കിഴക്കുന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. സകല കണ്ണുകളും അവനെ കുത്തിത്തുളച്ചവരൊക്കെയും ഇത് കാണും എന്നിവിടെ പറയും. അതുകൊണ്ട് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. അപ്പോൾ ഇങ്ങനെയൊക്കെ സുവിശേഷം പറയുന്നവരാരാ? കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു ആശ്ചര്യവുമില്ല, സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്നിവിടെ പറയുന്നു. അപ്പം അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അനേക വൃതന്മാരെ അവർ തെറ്റിക്കും എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരാരാ? അങ്ങനെയുള്ളവർ കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ചവർ. സാത്താൻ പോലും, പൗലോസ് പറയുന്നു, സാത്താൻ പോലും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് അന്ത്യകാലത്ത് സാത്താൻ കൊടും വഞ്ചനകൾ സാത്താൻ അന്ത്യകാലത്ത് പ്രവർത്തിക്കും. അത്ഭുതങ്ങളും അമാനുഷിക പ്രകടനങ്ങളും, അല്ലേ, അടയാളങ്ങളും ഭയാനകമായ കാഴ്ചകളൊക്കെ സാത്താൻ കൊണ്ടുവരും, അല്ലേ? സാത്താൻ ഒരു വലിയൊരു ഏജൻസിയെ പോലെ പ്രവർത്തിക്കും. ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയെ പോലെ, ഗവൺമെൻറ്റുമായി ഒത്തുചേർന്നുകൊണ്ട് ഒരു വലിയ ഏജൻസിയെ പോലെ സാത്താൻ പ്രവർത്തിക്കും, അല്ലേ? ഈ ഏജൻസിയിൽ ഭരണാധികാരികളും ഉന്നത പ്രജകളും ഒക്കെ അംഗങ്ങളായി നിന്നുകൊണ്ട്, അല്ലേ, ക്രിസ്തുവിനെതിരെ ഇവിടെ പ്രവർത്തിക്കും എന്നിവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നു, അല്ലേ? അപ്പോൾ വഞ്ചനയുടെ ഒരു വലിയ അനുഭവത്തെ ഇവിടെ അന്ത്യകാലത്ത് വെളിപ്പെടും എന്ന് നമ്മെ മനസ്സിലാക്കി തരും. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്, സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ പറയുമ്പോൾ, സംഖ്യാപുസ്തകം 25-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുമ്പോൾ, ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുന്ന സമയത്ത് ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. പ്രേതാത്മവാദത്തിൻ്റെ തെളിവായിട്ട് പഴയ നിയമത്തിൽ പറയുന്ന വാക്കുകളാണ്, അല്ലേ? ഇസ്രായേൽ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം ചെയ്തു. എന്നിട്ട് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവരുടെ ജനത്തെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ദേവന്മാരുടെ മുമ്പിൽ ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. സങ്കീർത്തനം 106-28 പറയുന്നു, സങ്കീർത്തനം 106-28, അനന്തരം അവർ ബാൽ പെയോറിനോട് ചേർന്നു.
അനന്തരം അവർ ആരോട് ചേർന്നു? ബാൽ പെയോറിനോട് എന്ന ജാതീയായ ദേവനോട് ചേർന്നു. പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു എന്നിവിടെ പറയുന്നു. പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. വീണ്ടും 1 കൊരിന്ത്യർ 10:20 പറയുന്നു. 1 കൊരിന്ത്യർ 10:20 ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. പൗലോസ് പറയുന്നു ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, മറിച്ച് ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്നത്രേ. അതുകൊണ്ട് പ്രേതാത്മവാദക്കാർ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. പ്രേതാത്മവാദത്തിലെ ഉപദേഷ്ടാക്കന്മാർ ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. മലാക്കിയുടെ പ്രവചനം 2:17 പറയുന്നു, ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനെന്ന് പ്രേതാത്മവാദം പറയുന്നവർ സംസാരിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെയെന്ന് പ്രേതാത്മവാദക്കാർ ചോദിക്കുകയാണ്. അപ്പോൾ ദോഷം പ്രവർത്തിക്കുന്നവനെ ദൈവം പ്രസാദിക്കുന്നു, അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധി എവിടെ പോയി എന്ന് പ്രേതാത്മവാദക്കാർ ചോദിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം ഇപ്രകാരം പറയുന്നു, തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 5:20 പറയുന്നു, തിന്മയ്ക്കോ നന്മയെന്നും നന്മയ്ക്കോ തിന്മയെന്നും ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും ആക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് പ്രേതാത്മവാദക്കാർ അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ കളവായി അന്ത്യകാലത്ത് സംസാരിച്ചുകൊണ്ട് അനേകരെ വഞ്ചിച്ച് അമാനുഷിക പ്രകടനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് അനേകരെ തെറ്റിക്കും എന്നിവിടെ പറയുന്നു. വെളിച്ച ദൂതൻ്റെ വേഷം പോലും പിശാച് ധരിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? വെളിച്ച ദൂതൻ്റെ വേഷം പോലും പിശാച് ധരിക്കും. അന്ത്യകാലത്ത് കർത്താവിൻ്റെ മുഖശോഭ പോലെ അതേ വേഷം തന്നെ, വെളിച്ച ദൂതൻ്റെ അതേ വേഷം തന്നെ പിശാച് ധരിക്കും എന്നിവിടെ പറയുന്നു. കർത്താവിനെക്കുറിച്ച് പറയുന്നത് വെളിപാടിൻ്റെ പ്രവചനം 1-ാം അധ്യായം 13 മുതൽ 15 വരെ. വെളിപാടിൻ്റെ പ്രവചനം 1-ാം അധ്യായം 13 മുതൽ 15 വരെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, 7 പൊൻ നിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാല് ഒലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. ഇതേ മാതൃകയിൽ തന്നെ ഇവിടെ യോഹന്നാൻ യേശുവിനെ വർണ്ണിക്കുന്ന അതേ മാതൃകയിൽ തന്നെ അന്ത്യകാലത്ത് സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് അതേ ഗാംഭീര്യത്തോടും അതേ സൗന്ദര്യത്തോടും കൂടി അനേകരെ കബളിപ്പിക്കും എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വഞ്ചനയിൽ കുടുങ്ങാതിരിപ്പാൻ, പ്രേതാത്മവാദം എന്ന് പറയുന്ന ഈ വഞ്ചനയിൽ കുടുങ്ങാതിരിപ്പാൻ വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച നാം പഠിക്കുന്നത്, ഈ ഒരു ആഴ്ച പഠിച്ചത് പ്രേതാത്മവാദം വെളിപ്പെട്ടു. സാത്താൻ്റെ ഏറ്റവും വലിയ വഞ്ചനയുടെ ഒരു തത്വമാണ് പ്രേതാത്മവാദം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ അമർത്യത. നാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ മരണം ഒരു നിദ്രയാണെന്നും അതൊരു ഉറക്കമാണെന്നും അല്ലേ നമ്മെ പഠിപ്പിച്ചു. വലിയൊരു സത്യമാണ് നമ്മെ ഈ ഒരാഴ്ചക്കാലം നമ്മെ മനസ്സിലാക്കി തന്നത്. ഒരിക്കലും മരിച്ചവർ ജീവനോടിരിക്കുന്നവരുമായിട്ട് ആശയവിനിമയം നടത്തുകയോ അവരോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ സഹായിക്കുകയോ അവരെ അനുകമ്പയോടുകൂടി അവരെ കാണുകയോ പരിപാലിക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല എന്നും, മരിച്ചവരെല്ലാം ഒരു ഉറക്കത്തിലാണെന്നും, അവർ ഈ ലോകത്തിലെ ഒരു സൂത്രമോ ഒരു ജ്ഞാനമോ ഒരു അസൂയോ കുശുമ്പോ ഒക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് നശിച്ചു പോയെന്നും, ഈ ലോകത്തിൽ അവർക്ക് പിന്നെ ഒരു പ്രതിഫലവും ഇല്ല എന്നും നാം വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ ഇന്നത്തെ ലോകം ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ച് പല വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, അല്ലേ? മരിച്ചവർക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, മരിച്ചവർക്ക് വേണ്ടി ചിലർ വിരുന്നൊരുക്കുന്നുണ്ട്, മരിച്ചവരുടെ ആത്മാക്കൾ അന്തരീക്ഷത്തിലുണ്ടെന്നും അവർ അമർത്യരാണെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇനി മരിച്ച നീതിമാന്മാരെല്ലാം സ്വർഗത്തിൽ പോയെന്നും ദുഷ്ടന്മാർ നരകത്തിൽ തീയിൽ വെന്തുരുകുന്നുവെന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഭൂമിയിലെ പാപികൾ തന്നെ ചില മരിച്ചവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നുണ്ട്. അതൊക്കെ നാം വിശ്വസിക്കുന്നുണ്ട്. അനേകർ അങ്ങനെ പഠിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും ബൈബിള് ഇത് പഠിപ്പിക്കുന്നില്ല. ബൈബിൾ തിരുവചനം ഒരിക്കലും ഇങ്ങനെയുള്ള പ്രേതാത്മവാദം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് മനപ്പാഠവാക്യത്തിൽ നമ്മൾ പഠിച്ചതുപോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. തെസ്സലോനിക്ക ജനം മരണത്തെക്കുറിച്ച് ദുഃഖിച്ചു.
അവർ മരണത്തെക്കുറിച്ച് വിലപിച്ചു. നല്ല നല്ല ദൈവഭക്തന്മാർ മരിക്കുമ്പോൾ അവർ വല്ലാതെ കരഞ്ഞു. അതുകൊണ്ട് പൗലോസ് അവർക്ക് ഉപദേശം നൽകുകയാണ്, നിങ്ങൾ കരയണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്കൊരു രൂപാന്തരം വരുവാൻ പോകുന്നു. അക്ഷയരായി നിങ്ങൾ ഉയർക്കുന്ന ഒരു അനുഭവം വരാൻ പോകുന്നു. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യാശ ദൈവമക്കൾക്കുണ്ട് എന്നിവിടെ പറയുന്നു. മരിച്ചവരെല്ലാം വിശുദ്ധന്മാർ സ്വർഗത്തിൽ പോയി എങ്കിൽ കർത്താവ് വരേണ്ട ആവശ്യമില്ല, അല്ലേ? ദുഷ്ടന്മാർ നരകത്തിൽ അഗ്നിയിൽ ദഹിക്കുന്നു, തീയിൽ ദഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് ന്യായവിധിക്കായി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ പൊള്ളയായ വഞ്ചനയായ പഠിപ്പീരിൽ നിന്ന് മുക്തി നേടുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ചത് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ശ്യാം സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിലെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല തിരുവചന സത്യം ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. അന്ത്യകാലത്ത് പ്രേതാത്മവാദത്തിൻ്റെ ശക്തിയെക്കുറിച്ചും പ്രേതാത്മവാദത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളെക്കുറിച്ചൊക്കെയും ഞങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞു. ഏദൻ തോട്ടത്തിൽ പിശാച് ഹവ്വയോട് പറഞ്ഞതായ അതേ വാദം അന്ത്യകാലത്ത് കൂടുതലായി വെളിപ്പെടുന്നതായ അനുഭവത്തെ ഞങ്ങൾ മനസ്സിലാക്കിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഈ സത്യത്തെ ഞങ്ങളെ മനസ്സിലാക്കി തന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, മരിച്ചവരൊന്നും അറിയുന്നില്ല എന്നും അവർ മൗനതയിലാണെന്നൊക്കെയും ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. അതുകൊണ്ട് ഈ വഞ്ചനയുടെ ഈ സാത്താൻ്റെ പഠിപ്പിക്കലിനെതിരെ കർത്താവെ സത്യസഭയിൽ നിലനിൽക്കുവാനും ദൈവകൽപ്പനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷ്യം ഉൾക്കൊള്ളുന്നവരായി ഞങ്ങളെ കാത്തുകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം. വചനം ശ്രദ്ധിച്ച എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഒരു പുതിയ വെളിച്ചം ജീവിതത്തിൽ ലഭിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. ചോദിക്കുന്ന കുറവുകളാണെങ്കിലും അധികമായ നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.